നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കാണ്. ലഗാദോ. താങ്ക് യു സർ. താങ്ക് യു എവരിവൺ. ഓക്കെ. അപ്പോൾ ഇവിടെ വരാം. നമ്മളെ വീഡിയോയിൽ ഇവരെ കാണിച്ചിട്ടുണ്ടാവും. ഇവരാണ് അതിൻ്റെ ആളുകൾ. ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. താങ്ക് യു സർ. ഞങ്ങൾ ഇന്നലെ തങ്ങിയ കൊനോമോ വില്ലേജിൻ്റെ സൈഡിൽ ഫ്രീസായി, തണുപ്പ് കൂടിയിട്ടേ ഐസായി. ഹായ്, ഞങ്ങൾ നാഗാലാൻഡിൽ കൊനോമോ വില്ലേജിലുള്ളത്. കൊനോമോ വില്ലേജ് എല്ലാവർക്കും അറിയാം, വേൾഡിൽ പ്രശസ്തി ആർജിച്ച ഏറ്റവും ക്ലീനായിട്ടുള്ള ഒരു വില്ലേജാണ്. ആ വില്ലേജിൽ ഞങ്ങൾ ഇന്നലെ രാത്രി എത്തി. ആ വില്ലേജിലേക്ക് ഞങ്ങൾക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ അവിടെ പാസ് എടുത്തിട്ടൊക്കെ വേണം കയറാം. ഞങ്ങൾ രാത്രി ആയതിൻ്റെ പേരിൽ അതിൻ്റെ പാസ് എടുക്കുന്ന സംഗതിയൊക്കെ ലോക്കഡായിരുന്നു. അപ്പോൾ പാസ് എടുക്കാൻ എന്ത് ചെയ്യും, നമ്മളിനി എവിടെ തങ്ങും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് യാദൃശ്ചികമായൊരു മാരുതി ആൾട്ടോ നമ്മുടെ ബാക്കിൽ വന്നു. കൈ കാണിച്ച് നിർത്തി ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ വരുന്നത് ബുക്ക് ചെയ്തിട്ടാണ്, അപ്പോൾ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഞങ്ങൾ ഹോൺബില്ലിന് വന്നതാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ പോകാൻ. അപ്പോൾ അവർ കുറച്ച് നേരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. അപ്പോൾ അവർ തമ്മാമിലൊന്ന് ആലോചിച്ചതിന് ശേഷം ഞങ്ങളെയും കൂട്ടി ഇങ്ങ് പോന്നു. എന്താ ഏതാണെന്നൊന്നും പരിചയമില്ലാത്ത നമ്മളെയും കൂട്ടി അവർ വന്നു. അവരുടെ മുറ്റത്ത് നമ്മുടെ വണ്ടി ഇട്ടു. ഇവിടെ ഇവരുടെ സംവിധാനങ്ങൾ കണ്ടു. കോഴിക്കൂട്, അതുപോലെ തന്നെ കൊട്ട, വിറക്. സ്നേഹനിധിയായ ദമ്പതികൾ, 2 ആൺമക്കൾ. മക്കൾ LKG UKG പഠിക്കുന്നു. പതി ഭർത്താവ് ടീച്ചറാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരറ്റത്താണ് ഞങ്ങളുള്ളത്. ആ ക്ലീനസ്റ്റ് വില്ലേജ് കാണാൻ നമ്മൾ പോകുന്നുള്ളൂ. അതിവിടുന്ന് ഗൈഡും കാര്യങ്ങളും അതേപോലെ ബുക്കിംഗ് ഒക്കെ വേണം. ഇവിടെ ഇവർ നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി. ഇതാണ് സാറ്. ഹായ് സർ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ ഷാഫിക്ക ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി അടുപ്പിൻ്റെ വീട്ടിൽ മാറിയിട്ടില്ല. പിന്നെ നമ്മുടെ ദീദി അമ്മക്ക് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കണ ഫുഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ആള് ടീച്ചറാണ്. ആ ടീച്ചർ ആയതിൻ്റെ പേരിൽ തന്നെ ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുധങ്ങൾ കംപ്ലീറ്റ് സെറ്റാണ്. അപ്പോൾ ഇവർ നമുക്ക് തരുന്ന താമസ സൗകര്യം, ബെഡ്റൂം സൗകര്യം എന്ന് പറയണത് പച്ചക്കറി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ കണ്ട ഈ തക്കാളി വഴുതന എന്ന് പറയുന്ന സാധനം ഇവിടെ ധാരാളമായിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ഇന്നലെ രാത്രിത്തെ തണുപ്പിന് ഗ്ലേസറായിട്ടുണ്ട്, ഐസായിട്ടുണ്ട്. ഈ ചെടികളുടെ ഇടയിലൊക്കെ ഒലിച്ചു വരുന്ന വെള്ളം, ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേക്കും അതൊക്കെ ഇതായിപ്പോയി. ഇവിടെയൊക്കെ വെള്ളം ഐസായിട്ടുണ്ട്. ഇവിടുത്തെ തണുപ്പിന് ഭയങ്കര കടുപ്പാണ്, കാഠിന്യമേറിയ തണുപ്പാണ്. ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ എപ്പോഴും പച്ചക്കറികളെല്ലാം ഉണ്ട്, നല്ല സ്ഥലം. പിന്നെ ബെഡ്റൂമിൻ്റെ സൗകര്യം ഞാൻ കാണിച്ചു തരാം. രണ്ട് ആവി പറക്കുന്ന ചോറും അച്ചാറും കാപ്പിയും. മനോജ് ഇതാണ് ഓട്സൽ ഇതല്ല. Start. Okay. Hello, I'm Mr. Mego.
and I'm from Konoma village. We run a homestay. Our homestay is Riverside Homestay, and we have a special guest. His name is മനോജ് Sir Manoj, and he is an all Indian biker, and he visited our place. They stayed in our place. This is the label, the Indian riders. He had been visiting the whole of India, and he is very happy to be here. So we also welcome any of you who are willing to Konoma for a homestay. You are most welcome to visit our humble home. Thank you. I am V2 as a housewife. Thank you. 8732837984 contact number. Thank you, sir. ബെഡ്റൂം സൗകര്യം തരുന്നത് ഇങ്ങനെയാണ്. ഹായ് സനി, ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആ, ചൂടുവെള്ളമൊന്നുമില്ല, ചൂടുവെള്ളമില്ല. അതെ, ചൂടുവെള്ളമല്ല. അവർ ഇഷ്ടംപോലെ കമ്പിളിയും കാര്യങ്ങളൊക്കെ തരും. ഇവിടെ മൈനസിലൊന്നും എത്തുന്നില്ല, പക്ഷെ തണുപ്പ് അസാധ്യമാണ്. ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയാണ്, കുഴപ്പമില്ല. പിന്നെ ഏതായാലും നമ്മളിവിടുന്ന് ഇറങ്ങാണ്. നമ്മുടെ കാഴ്ചകളിനി മുന്നോട്ട് വേറെ കൊനോമ വില്ലേജിൻ്റെ കാഴ്ച വേറെ തരാം. ഇങ്ങനെ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും.